കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗീതുവിനെയും അവർണികയും തകർക്കാൻ വേണ്ടിയിട്ട് ആ വലിയ പ്ലാനുകളും പദ്ധതികളൊക്കെ രാധികാമയും വരുണും ചേർന്ന് നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അവർണികയുടെ ഉള്ളിലേക്ക് വിഷം കുത്തി നിറയ്ക്കുകയാണ്. അവർ രണ്ടുപേരും എങ്ങനെ ഗീതുവിനെ അറക്കൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, അതോടൊപ്പം തന്നെ കിഷോറിന്റെ ദൗത്യം പൂർത്തിയാക്കണം, അതിനു വേണ്ടിയിട്ട് കിഷോറിനെ ഹെൽപ്പ് ചെയ്യുവാണ് രാധികാമ്മയെ വരുണും ചേർന്നിട്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നാളത്തെ പ്രൊമോയിൽ കാണുന്നത്. ഇന്നലെ നമ്മൾ അവസാനം കണ്ടു ഭദ്രനെ വെച്ചിട്ട് ഒരു വലിയ കളി തന്നെ കിഷോർ കളിക്കുകയാണ്. ഗീതു ഫോൺ വിളിച്ചെല്ലാം കൂടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ അവിടെ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കട്ടാക്കിയിട്ട് അതൊരു വലിയ ബമ്പം പ്ലാനാക്കി മാറ്റുകയാണ്. അപ്പൊ അതെല്ലാം കൂടെ യോജിപ്പിച്ചു കഴിഞ്ഞപ്പം ഗീതു പറഞ്ഞ കുറച്ച് സംഭാഷണങ്ങൾ അത് വന്നു. അത് മാത്രം മതി, അത് വെച്ച് ഗോവിന്ദന്റെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാക്കാന്ന് കിഷോറിന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. ഇത് ഗോവിന്ദ് സാറിന് അയച്ചു കൊടുക്കണം, പിന്നെ ഞാൻ പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ഭദ്രനോട് കിഷോർ വേണം. അപ്പൊ ഭദ്രൻ പറഞ്ഞു, അല്ല ഇത് ആരാ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയാൻ പോകുന്നത്? ഈ ബോംബ് പൊട്ടിക്കണമെങ്കിൽ ആരെങ്കിലും വേണമല്ലോ. ഈ സംഭാഷണം എങ്ങനെ ഗോവിന്ദന്റെ മുമ്പിൽ എത്തുമെന്ന് ചോദിക്കണം. അതിനൊക്കെ ഒരു പോംവഴി ഉണ്ടെന്ന് കിഷോർ പറയണം. അപ്പൊ ആ കിഷോർ വലിയ പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കുമായിരുന്നു. ഈ സമയത്ത് അപർണികയുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ആരായിരിക്കും കിഷോറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതോ ഒരു പെണ്ണാണ്, അവൾ ആരാണെങ്കിലും കണ്ടുപിടിക്കണം. അവളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെയായിട്ടൊരു വിവരം കിട്ടിയിട്ടില്ല. അവളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടണം, എന്നിട്ട് വേണം അവളെ കുരുക്കാനായിട്ട്. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണം. അങ്ങനെയൊക്കെ ഓർത്ത് അപർണയെ ഇരിക്കുന്ന സമയത്താണ് അപർണയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പൊ അപർണയെ എടുത്ത് ഇപ്പൊ രാധികാമ്മയാണ് കോള് വിളിക്കുന്നത്. അല്ല, എന്താ രാധികാമ്മയുടെ വിളിച്ചെന്താന്ന് ചോദിക്കണം. അതെ, അപർണയെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയാം. അല്ല എന്താ ഇപ്പം? അതെ, ഇങ്ങോട്ടൊന്ന് വരണം, പേഴ്സണലായിട്ട് കാണാനായിട്ടാ. പക്ഷെ ഇങ്ങോട്ട് വരുന്ന കാര്യം ഒരു കാരണവശാലും ഗീതുവോ ഗോവിന്ദോ കിഷോറോ ആരും അറിയാൻ പാടില്ല എന്ന് പറയാണ്. ഇതൊരു രഹസ്യ കൂടിക്കാഴ്ചയാന്ന് പറയാം. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപർണയ്ക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാ, കുടുംബം വരെ തകരാനുള്ള സാഹചര്യം ഉണ്ടാവെന്ന് പറയാം. ശരി രാധികാമ്മ, ആരും അറിയില്ല, ഉറപ്പായിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയാണ്. ഈ സമയത്ത് വരും രാധികാമ്മയോട് ചോദിച്ചു, അല്ലമ്മ അമ്മയുടെ പ്ലാൻ എന്താന്ന് ചോദിക്കുകയാണ്. പ്ലാനോ? അവൾ ഇങ്ങോട്ട് വരട്ടെ, അവളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് കിഷോറിനെയും ഗീതുവിനെയും പറ്റിയിട്ട്. കിഷോർ എപ്പോഴും തന്നെ ഗീതുവിന്റെ ക്യാമ്പിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് അവളോട് സംസാരിക്കണം. ആ കാര്യങ്ങൾ കുറച്ച് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവളുടെ ഉള്ളിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവും, ഇവര് പറയുന്നത് ശരിയാണെന്ന്. പിന്നെ അവള് വാച്ച് ചെയ്യാൻ തുടങ്ങും. വാച്ച് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പം കിഷോർ അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തോളും. കിഷോർ അങ്ങനെ അപർണികനെ ഒഴിവാക്കിയിട്ട് ഗീതനെ പൊക്കൊണ്ട് അവനങ്ങ് പൊക്കോളും. അവര് തമ്മിലുള്ള ഒരു പിണക്കത്തിന് അതിന് കാരണമാവും. അപ്പൊ നമ്മൾ അതിനൊരു ചെറുതായിട്ടൊരു തീപ്പൊരി കത്തിച്ചു കൊടുത്താൽ മാത്രം മതി, ബാക്കി കിഷോർ അങ്ങോട്ട് ആളി കത്തിച്ചോളൂ എന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട് അമ്മേ. എന്താ? അല്ല, ഇതിനെക്കുറിച്ച് എങ്ങാനും അപർണിക ഇനിയിപ്പോ ചെന്ന് ഗീതുവിനോടോ ഗോസാറിനോടോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കാര്യങ്ങളും കൊള്ളാവൂലേ? ഗീതു ഉള്ള സത്യാവസ്ഥ എല്ലാം തുറന്നു പറയില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധിക പറഞ്ഞു, അങ്ങനെയൊന്നും പോയി ചോദിക്കില്ലടാ, നമ്മൾ അവളോട് പറഞ്ഞില്ലേ വിടുന്നേ, അവൾ അതൊന്നും പോയി ചോദിക്കാൻ വഴിയില്ല. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരട്ടെ, എന്ത് ചെയ്യണമെന്ന് അറിയാന്ന് പറയാണ്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു ആകെപ്പാടെ ടെൻഷനിലായിരുന്നു. എങ്ങനെ രഞ്ജുനെ ഈ വീട്ടിൽ നിന്ന് പായിച്ചേ പറ്റുള്ളൂ? അവൾ ഒറ്റ എഴുത്തിൽ എല്ലാത്തിനും കാരണക്കാരി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കണ്ണേട്ടൻ വന്നിട്ട് വേണം സത്യങ്ങളൊക്കെ ചോദിക്കണം. കണ്ണേട്ടൻ നല്ല പ്രൂസ് ആയിട്ടാ വരുന്നെങ്കിൽ കണ്ണേട്ടനെ ഫോൺ എടുക്കണം. അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഏറ്റവും നല്ല മാർഗം കണ്ണേട്ടൻ്റെ ഫോണിലേക്ക് അവൾ ഒരു പക്ഷെ അവളുടെ ബയോഡേറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് അവളുടെ അഡ്രസ്സൊക്കെ കാണും. അപ്പൊ അത് നോക്കി അറിയാൻ പറ്റും. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി ഗീതു ഇരിക്കുന്നത്. ഈ സമയത്ത് കാഞ്ചന അങ്ങോട്ട് വരുന്നത്. ഗീതുവിന്റെ ഇരിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടപ്പോൾ കാഞ്ചനയ്ക്ക് തോന്നി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ഗീതു പാപ്പ ചിന്തിച്ചുകൊണ്ടിരിക്കണം, എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലായി. അതെ, ആ രഞ്ജു ഗോതമ്പാമനെ കുപ്പിയിലാക്കിയല്ലേ എന്ന് ചോദിക്കണം. നീ എന്താ കാഞ്ചന പറയണെന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞു ശരിയാ ഗീതു പാപ്പ, അവളുണ്ടല്ലോ, അവൾ ആള് ശരിയല്ല. ഗോതമ്പാപ്പനും ഗീതുപാപ്പ നോക്കിയിരുന്നോ? അവൾ ആ രഞ്ജു എന്ന് പറയുന്ന അവളെ ഉണ്ടല്ലോ, അവള് ഗോതമ്പാമനെ മയക്കി എടുത്തേക്കോന്ന് പറയണം. അനാവശ്യം പറയരുത് കേട്ടോ കാഞ്ചന എന്ന് പറയണം. ഞാൻ അനാവശ്യം പറയുന്നതായിട്ടൊക്കെ ഗീതുപാപ്പയ്ക്ക് തോന്നും, പക്ഷെ സത്യം അതൊന്നും അല്ലെന്ന് പറയണം. ഗീത പറഞ്ഞു, അല്ല നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താ? അത് എപ്പോ നോക്കിയാലും അവളുണ്ടല്ലോ ഗോതമ്പാമയുടെ പുറകെ തന്നെ. റൂമിൽ ചെന്നിട്ട് അവിടെ കാണാം, ഞാനിത് കണ്ടോണ്ടിരിക്കുന്നതല്ലേന്ന് പറയാ. ഗീതുപാപ്പ എത്രയും പെട്ടെന്ന് അവളെ വീട്ടിൽ നിന്ന് ഓടിച്ചില്ലെങ്കിൽ ഗീതുപ്പാപ്പയുടെ ഭാര്യ എന്നുള്ള സ്ഥാനം അങ്ങോട്ട് പോകുന്നു പറയണം.
ഗീതു അതും കൂടെ കേട്ടപ്പോൾ ഒന്നുകൂടെ അങ്ങോട്ട് സങ്കടം വന്നു. അതെ, അവള് ഓടിക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാന്ന് പറയാം. എന്ത് വഴിയാ? അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാന്ന് പറയാം. ഗീതു പറഞ്ഞു, എന്തേലും വഴി പറഞ്ഞിട്ട് അവസാനം ഞാൻ കുഴിയിലാവരുമെന്ന് പറയാം. ഗീതപ്പാപ്പ ഒരു കാരണവശാലും കുഴിയിലാവൂല. ഈ കാഞ്ചനയുടെ അടുത്ത് അവളുടെ കളി ഇതുപോലെ എത്ര എണ്ണത്തിന് ഈ കാഞ്ചന കണ്ടേക്കെന്ന് പറയണം. ശരി ശരി എന്ന് ഗീതു പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ. എന്നാലും ഗീതുവിൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ അവൾ ഇവിടെ ഓടിക്കും? അവൾ ആരാന്ന് അറിഞ്ഞു കഴിയുവാണെങ്കിൽ പകുതി സമാധാനവും. പക്ഷെ അത് അറിയാൻ എന്തോ ഒരു വഴി. ഗോവിന്ദനോട് ചോദിച്ചിട്ട് ഒരു വഴിയില്ല. ഗോവിന്ദനോട് പറയാൻ പോകുന്നില്ല. ഏക മാർഗം ഇനിയിപ്പോൾ ആ ബയോഡാറ്റ മാത്രമാണ്. പിന്നീട് അപർണിക വരുവാണ്. അപർണിക വരുണിന്റെ രാധികമ്മയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് അല്ല, എന്താ രാധികമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞേ? എന്താന്ന് ചോദിക്കണം. അതെ, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. പറയുന്നോണ്ട് ഒന്നും തോന്നരുത്, പക്ഷെ നിന്നോട് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. ഇതെന്താ കാര്യം എന്താന്ന് പറ. അല്ല, കിഷോറിനെ കുറിച്ചുള്ള കാര്യമൊക്കെ അറിഞ്ഞു, അപ്പൊ അതൊന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചെന്ന്. കിഷോറിനെ കുറിച്ചോ? കിഷോറിനെ കുറിച്ച് എന്ത് കാര്യം? അല്ല, കിഷോർ ഓഫീസിൽ വന്നു കഴിയുമ്പം ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, ഇപ്പൊ സുവർണ ആണെങ്കിലും വരണ എല്ലാവരും ശ്രദ്ധിച്ചോണ്ടായിരിക്കുന്നത്. പക്ഷെ എപ്പോഴും കിഷോർ ഇടയ്ക്കിടയ്ക്ക് ഗീതുവിന്റെ ക്യാമ്പിലേക്ക് പോകുന്ന കാണാം. അല്ല, അതുകൊണ്ട് എന്താ ഗീതു എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വിളിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, ഗീതുവിന്റെ ക്യാബിനിലെ CCTV ഓഫ് ചെയ്തേക്കുക. അപ്പൊ കിഷോർ എന്തിനും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോന്നേ? അവിടെ തമ്മിൽ എന്തെങ്കിലും അരുതാത്ത ഒരു ബന്ധം ഉണ്ടോന്ന് ചെറിയൊരു സംശയമുണ്ട് ഞങ്ങൾക്ക്. അത് ഓഫീസിൽ അത് പാട്ടയക്കുന്ന കാര്യമാണ്. ഇനിയിപ്പൊ അറിയാൻ അപർണിക മാത്രമേ ബാക്കിയുള്ളൂ പറയണം. അപർണികയുടെ ഞെട്ടലുണ്ട്. ഇത് എന്തൊക്കെയാ പറയുന്നത്? രാധികമ്മ, അങ്ങനെയൊന്നും ഇല്ല. ഗീതുവിനെ എനിക്കറിയാം. ഗീതു അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാം. നിന്റെ വിശ്വാസം നിന്നെ സംരക്ഷിക്കട്ടെ എന്നല്ലേ പറയണേ. അങ്ങനെ നിന്റെ മനസ്സിലെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പൊതുവെ അങ്ങനെ ഓഫീസിൽ സംസാരമുണ്ട്. അത് സുവർണ കേട്ടു. സുവർണയാണ് അതൊന്ന് പറഞ്ഞത്. നിന്നോടത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ലോ. പോരാത്തിന് ഇപ്പൊ നീ പ്രഗ്നന്റും കൂടെ അല്ലേ, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു സംശയം. ഇനിയിപ്പൊ ഗീതുവാണോ കിഷോറിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ താൻ അവിടെ നിന്ന സമയത്താണ് കിഷോറിന്റെ ഫോണിലേക്ക് ഗീതുവിന്റെ കോള് വന്നത്. ആകെപ്പാടെ സംശയമായി അപർണയ്ക്ക്. പിന്നീട് അപർണയ അങ്ങോട്ട് ഇറങ്ങി പോവാണ്, ഒന്നും മിണ്ടാതെ. അപർണയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങ് പോയി കഴിഞ്ഞാൽ രാധിക പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പകുതി സക്സസ് ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇനി അവൾ ശരിക്കും കിഷോറിനെ സംശയിച്ചു തുടങ്ങണം. അങ്ങനെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വെറുതെ ഇരിക്കില്ല. അവൾ ഗോവിന്ദനോട് ഒരു പക്ഷേ പോയി ഇതിനെക്കുറിച്ച് പറയും. അപ്പൊ ഗോവിന്ദന്റെ ഉള്ളിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അത് മതി. ആ സംശയം നമുക്ക് ആളി കത്തിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ വരുമെന്ന് പറയണം. അതെനിക്ക് വിട്ടാരെ, അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമേ. അവളെ ഈ വീട്ടിൽ നിന്നും ആ കമ്പനിയിൽ നിന്നും തുരുത്തണം ആദ്യം. എങ്കിൽ മാത്രം നമുക്കൊരു പിടിച്ചിപ്പ് ഉണ്ടാവുള്ളൂ എന്ന് പറയാം. അങ്ങനെ രാധികാമ്മ ആദ്യ പടി വിജയിച്ചെന്നുള്ള സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനി നാളെ ഗോവിന്ദ് മദ്യം വെച്ച് ലക്ക് കേട്ടാ വരുന്നത്. ആ ലക്ക് കേട്ട് വരുമ്പോ ഗോവിന്ദിന്റെ ഫോൺ ഗീത കൈക്കലാക്കും. പിന്നീട് രഞ്ജുവിന് ബയോഡാറ്റ ഒക്കെ നോക്കും. ബയോഡാറ്റ ഒക്കെ തപ്പി കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്തെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം നോക്കി കഴിയുമ്പോഴത്തേനും ഗീതു ആ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ അറിയാൻ പോകുന്നത്. രഞ്ജു ആരാന്നുള്ള സത്യം അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രഞ്ജു അല്ല ഗീതു വെറുതെ ഇരിക്കില്ല. ഗീതു നേരെ വിജയലക്ഷ്മിനെ കാണാനായിട്ട് അങ്ങോട്ട് പോവും. ഒരു പോക്കുണ്ട്. അവിടെ ചെന്ന് വിജയലക്ഷ്മിനെ പൊളിച്ചെടുക്കുന്നൊക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും വേണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.